അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ, ഞാനോ കുറയണമേ. യേശുവേ, നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, സേവിച്ചിടും ഞാൻ എൻ സർവവുമാ, സേവിച്ചിടും ഞാൻ എൻ സർവവുമാ. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവവുമാ. അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ,
So let's sing. Bless the Lord, oh my soul. Bless the Lord. ഇന്ന് ഈ രാവിലെ നമുക്കെല്ലാം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാനായിട്ട്. Let's sing. Bless the Lord, oh my soul. സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവേ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന നിന്റെ നാമം ആരാധിക്കാൻ. കർത്താവേ, നീ ഇന്നിവിടെ വന്ന് നമ്മളെ അനുഗ്രഹിക്കണമേ, നമ്മളെ വിടുവിക്കണമേ യേശുവേ. പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. Oh, my soul will sing praise on it. Hey, bless the Lord, oh my soul. Oh, my soul. Worship His holy name. Sing like never before. Oh, my soul. Lord, I worship His holy name. Yes, I worship His holy name. Yes, I worship His holy name. Once more. Bless the Lord, oh my soul. Oh, my soul. Worship His holy name. Sing like never before. Oh, my soul. Lord, I worship His holy name. Yes, I worship His holy name. Amen. Yeah.
സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതം സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ. ദൈവജനം ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ. ദൈവജനം ഉണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. എന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ 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 ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ.
സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ പൂർണ്ണമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവശക്തി ഉണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി പിടിച്ചുകൊണ്ട് ഏക സ്വരത്തിൽ നമുക്ക് ആ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, തിരുസഭ ഉണരട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന യേശുവിന്റെ സാക്ഷികളായി ഹല്ലേലൂയ. അനേക ആയിരങ്ങൾ ദൈവ സ്നേഹത്തിലേക്ക് ഒഴുകി വരട്ടെ. ഹല്ലേലൂയ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ദൈവ മഹത്വം കൊണ്ട് എന്റെ രാജ്യത്തെ, എന്റെ സഭയെ, എന്റെ സമൂഹത്തെ, ഞങ്ങളുടെ ലോകത്തെ നിറയ്ക്കണമേ എന്ന് ഇരുകരവും ഉയർത്തിക്കൊണ്ട് ഏക ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഈ വേളയിൽ ഏക സ്വരത്തിൽ നമുക്കൊരുമിച്ച് വിളിക്കാം. സർവശക്തനായ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏക സ്വരത്തിൽ നമുക്ക് ഒരുമിച്ച് വിളിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇരുകരവും ഉയർത്തി പിടിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ എല്ലാ മഹത്വവും, പ്രത്യേകിച്ച് ഇന്ന് ഈ വിശേഷ ഞായറാഴ്ച ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യത്തിലേക്ക് വിശ്വാസത്താൽ പ്രവേശിച്ചുകൊണ്ട് ഏകവും സാർവത്രികവും സാർവലൗകികവും ശ്ലൈഹികവുമായ അപ്പോസ്തോലികമായ അവിടുത്തെ ശരീരമാകുന്ന സഭയുടെ ആ പൂർണ്ണ ഭണ്ഡാരത്തിൽ നിന്നുള്ള സകല ആശീർവാദവും എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേക സ്വരത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് കേൾക്കുന്ന വചനങ്ങൾ, ഇന്ന് യൂട്യൂബിലൂടെയും ഫേസ്ബുക്ക് ലൈവിലൂടെയും തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി അറിയിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഓരോ വിഷയങ്ങൾ ഇന്നിവിടെ ലൈവായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ കണ്ണും കയ്യും ഓരോ മക്കളുടെ വിഷയത്തിനകത്തേക്കും ഇറങ്ങി നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ ഈ സമയത്ത് വിശ്വാസത്താൽ സ്വീകരിക്കുന്നു. സകല വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ ഏക ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശരീരമാകുന്ന സഭയുടെ ആ പൂർണ്ണ തേജസ് സ്വീകരിച്ചുകൊണ്ട്, അതിന്റെ മഹത്വം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഏക ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കണ്ണീരോടെ തങ്ങളുടെ വിഷയങ്ങൾ എന്തുവാകുമെന്ന് ആദിയോടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും കടാക്ഷിക്കണമേ. അവിടുത്തെ അഭിഷേകത്തെ ആഴമായി പകരണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. Thank you, Lord Jesus. Thank you. Hallelujah. ഇന്ന് പ്രത്യേകിച്ച് ലോകമെമ്പാടും, പ്രത്യേകിച്ച് ഈ ലൈവ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ആ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മൾ ഒരുമിച്ച് അടുത്ത് വന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് കേൾക്കുന്ന വചനമാകട്ടെ, ഇന്ന് പ്രാപിക്കുന്ന വചനത്തിൻ്റെ അഭിഷേകമാകട്ടെ, നമുക്ക് ഏക ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കാനും അവിടുത്തെ അഭിഷേകത്തെ സ്വീകരിക്കാനും നമ്മുടെ ഹൃദയത്തെ ഇന്ന് തുറക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരം ഉയർത്തി നമുക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രയർ റിക്വസ്റ്റുകൾ കമന്റ് ബോക്സിൽ എഴുതുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അല്ലെങ്കിൽ എഴുതുന്നതിനിടയിൽ തന്നെ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ അറിയിക്കാനുള്ള മോണിറ്ററും നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ അതാത് പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ സ്ക്രീനിൽ
തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിപുലമായ ഒരു ചെയിൻ പ്രയറിൻ്റെ ഒരു പ്രാർത്ഥന കൂടിയാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. ആദ്യമേ കുറച്ച് സമയം നമ്മൾ വചനം കേൾക്കാൻ പോവുകയാണ്. ആ വചന കേൾവിയാണ് അത്ഭുതത്തെ കൊണ്ടുവരുന്നത്. Oh, it's the message that brings you the miracles into your life. ഇന്ന് വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അത്ഭുതത്തെ സ്വീകരിച്ചോ. Oh, right now when you are listening to this message, you receive your miracles. ഹല്ലേലൂയ. Hallelujah. ഇന്ന് വായനാക്രമത്തിൽ നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഒരു സംഭവമാണ് സഭയുടെ വായനാക്രമത്തിൽ ഇന്ന് വരുന്നത്. 14-ാം അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ആ സംഭവമാണ് ഇന്നത്തെ വായനാക്രമം. Today's reading is from Matthew chapter 14 from 13 to 21, where the feeding of the 5,000 takes place. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിലും ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പോയി കൂടുതൽ പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ്. The same incident is described in Mark also, in Luke also, in John also. ഒരു വിജന സ്ഥലത്തേക്ക് യേശുവും ശിഷ്യന്മാരും പോവുകയാണ്. Jesus and his disciples, they went to a wilderness. ഇതറിഞ്ഞ ജനക്കൂട്ടം കാൽനടയായി പട്ടണത്തിൽ നിന്ന് ഈ വിജന സ്ഥലത്തേക്ക് പോവുകയാണ്. Knowing that Jesus is there, all the people around the villages, they start crowding towards the wilderness. ഈശോയുടെ സഹോദരങ്ങള്, അർത്ഥ സഹോദരങ്ങൾ ഈശോയോട് പറഞ്ഞത്, നിനക്ക് പ്രസിദ്ധനാകണമെങ്കിൽ നീ പട്ടണത്തിൽ പോകാനാ പറഞ്ഞത്. Jesus' brothers told, if you want to become famous, you go to the cities. പക്ഷെ ഇവിടെ കാണുന്നത് ഈശോ വിജന പ്രദേശത്തേക്ക് പോയി എന്നാണ്. Here you see Jesus going into the wilderness. കർത്താവ് ഒരുവനെ പ്രസിദ്ധിയാക്കുവാൻ ഉദ്ദേശിച്ചാൽ, if God wants to make someone famous, വിജന പ്രദേശമാണോ പട്ടണമാണോ എന്നുള്ളതൊന്നും അതിന് പ്രശ്നമല്ല. is it whether it's the wilderness or the city, it doesn't matter to him. ഹല്ലേലൂയ. നിങ്ങൾ ആരാകാം, ഏതാകാം, എങ്ങനെയാകാം, ദൈവത്തിന് ആരെയും വിനിയോഗിക്കാൻ കഴിയും. ഏത് സാഹചര്യത്തെയും ഏത് സ്ഥലത്തെയും ദൈവത്തിന് വിനിയോഗിക്കാൻ കഴിയും. In any place or any situation, God can turn you around. ആരോ പറയുന്നു, ഞാൻ താമസിക്കുന്ന സ്ഥലം വളരെ റിമോട്ട് ഏരിയയാണ്. Somebody is maybe saying that I am staying in a very remote area. ആരോ പറയുന്നു, എനിക്ക് വളരെ വിദ്യാഭ്യാസം കുറവാണ്. Someone must be saying that I am not less educated. നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇതൊന്നും പ്രശ്നമല്ല. If God chooses you, there is no problem. None of this is യേശു problem. വിജന പ്രദേശത്തേക്ക് പോകുന്നു. Jesus is going to the wilderness. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണത്തിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടരുന്നു. Knowing this, the multitudes thronged towards that place. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടു. വിശുദ്ധ മത്തായി 14:14. In Matthew 14:14 he said, when he landed there, he saw a great multitude. വലിയ ജനക്കൂട്ടത്തെ കണ്ടു. He saw a great multitude. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. And he had compassion over them. അവരുടെ ഇടയിലുള്ള രോഗികളെ യേശു സൗഖ്യമാക്കി. And then healed all those who came to him. നിശ്ചയമായിട്ട് യേശു പോയത് ഒരു സ്വകാര്യമായ ഏതോ ഒരു കാര്യത്തിനായിരിക്കണം. Maybe Jesus went for his own personal thing. ശിഷ്യന്മാരുമായി വളരെ രഹസ്യമായി എന്തോ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. Jesus took the disciples to wilderness maybe to teach them some of the mysteries. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായി അവിടത്തേക്ക് ജനക്കൂട്ടം റഷ് ചെല്ലുകയാണ്. But contrary to that, the multitude starts throwing to that place. ഇവിടെയാണ് നമ്മുടെ ആവശ്യത്തിന് മുമ്പിൽ കർത്താവിന് അനുകമ്പ തോന്നാതിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആ വാക്യം നമ്മൾ കാണുന്നത്. Towards you God cannot be. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. He had compassion over them. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. He had compassion over them. ഈ ഒരു കമ്പാഷൻ ആണ് ഇന്ന് ദൈവത്തിൽ നിന്ന് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. Oh, that this compassion that we are going to receiving from the Lord today. എങ്ങനെയാ കമ്പാഷനെ വിശദീകരിക്കുന്നത്? See, compassion means someone who is interested in your sufferings, or someone who knows completely about you. Even though you are going through a long list of sufferings or misgivings in your life, ഒരു കൂട്ടം വിഷാദങ്ങളുടെ വിഷമങ്ങളുടെ സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും ഇവിടെ അനുകമ്പ തോന്നുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ അടുത്തറിയാവുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ഇന്നിന്റെ വിഷയത്തിലേക്ക് കൈനീട്ടാനും സഹായിക്കാനും കഴിയുക എന്ന അർത്ഥത്തിലാണ് ഈ അനുകമ്പ എന്ന പദം വിശേഷിപ്പിച്ചിരിക്കുന്നത്. your friends, your relatives, even a family members cannot do anything over it. കൂട്ടുകാർക്കോ കുടുംബാംഗങ്ങൾക്കോ മനസ്സിലാക്കാൻ കഴിയാത്ത ആഴമായ ഇന്നിന്റെ വിഷയത്തിലേക്ക് കർത്താവിന്റെ അനുകമ്പ ഇറങ്ങുകയാണ്. But his compassion is towards you. അവർക്ക് ആർക്കും തോന്നാത്ത ഒരു അനുകമ്പ കർത്താവിന് തോന്നുകയാണ്. Because he knows completely about you. കാരണം കൂട്ടുകാരും വീട്ടുകാരും അറിയുന്നതിലുപരിയായി നിങ്ങളെ ഉള്ളതുപോലെ നന്നായി അറിയുന്നത് ഈ കർത്താവാണ്. Because he has gone into your tomorrows before you were born again. നിങ്ങൾ നാളേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ നാളകളിലൂടെ യാത്ര ചെയ്തവനാണ് നിങ്ങൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവായ യേശു. He knows what other things are going to happen, when and how.
സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എപ്പോൾ എങ്ങനെയെന്ന് അവിടത്തേക്ക് വ്യക്തമായി അറിയാം. It is to that person you are coming right now. ആ വ്യക്തിയുടെ അടുക്കലേക്ക് ഉള്ളതുപോലെ ആകമാനം എന്നെ നന്നായി അറിയുന്ന വ്യക്തിയുടെ അടുക്കലേക്കാണ് ഞാൻ വന്നിരിക്കുന്നുള്ള ബോധ്യമാണ് ആരംഭത്തിൽ നമ്മുടെ ഹൃദയത്തിൽ So today you may have a lot of problems, lot of things in your life happening around you. ചുറ്റുപാടും പലതും സംഭവിക്കുന്ന നടുവിലായിരിക്കും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. But today when you hear this compassionate God speaking into your heart, ഓ ദൈവം നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ ആശ്വാസത്തിന്റെ അനുകമ്പയുടെ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ സാഹചര്യങ്ങൾ മാറി a മറിയുക. miracle is going to happen to you. അത്ഭുതം സംഭവിക്കുവാനായി പോകുന്നു. Hallelujah. ഞാൻ പുതിയ നിയമത്തെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഡോക്ടറെ കണ്ടിട്ടുള്ളത് ഈ ജീസസിന്റെ എല്ലാ അത്ഭുതങ്ങളും, കർത്താവ് ചെയ്ത എല്ലാ അത്ഭുതങ്ങളും അവിടുത്തെ അനുകമ്പയിൽ നിന്ന്, ആർദ്രതയിൽ നിന്ന്. When you look into the whole Testament and the New Testament, Yes. all the miracles occur out of his compassion for these people. ഹല്ലേലൂയ. നിർബന്ധിച്ചവരുടെ മുമ്പിൽ അവിടെ നിന്നിട്ടില്ല. If someone is compelling him, he doesn't do that. പക്ഷേ അവിടത്തേക്ക് ആർദ്രത ഒരുത്തനോട് തോന്നിയാൽ അവനെ വിട്ടിട്ടില്ല. Suppose he shows compassion, then he will never leave that. ഹല്ലേലൂയ. ഇന്ന് അനുകമ്പയാണ് നമ്മൾ വിശ്വാസത്താൽ ഏറ്റെടുക്കേണ്ടത്. That's today that compassion you have to, by faith you have to അവിടെ receive. അങ്ങനെ എഴുതിയിരിക്കുന്നത് അവരുടെ മേൽ അവനെ അനുകമ്പ തോന്നി അവരുടെ ഇടയിലുള്ള രോഗികളെ സുഖപ്പെടുത്തി. He had compassion over the multitudes and they healed those who were sick among them. യേശു ചെല്ലുന്നിടം എല്ലാം സ്റ്റേജായി മാറി. Hallelujah. Wherever Jesus went, even it is the wilderness, it became a stage for him. ആൾക്കൂട്ടം ഇല്ലാത്തടം ആൾക്കൂട്ടമായി മാറി. Where there is no less, that becomes a great multitude. Your anointing will desire. Your anointing will decide. അതാണ് ആ ചിന്തയാണ്. അഭിഷേകമാ തീരുമാനിക്കുന്ന Your കാര്യം. anointing will decide. Hallelujah. സാഹചര്യം, not the circumstances deciding the things, but the anointing is deciding the things. നിങ്ങളുടെ സാഹചര്യമല്ല കാര്യങ്ങളെ മാറ്റി മറിക്കുന്നത് നിങ്ങളുടെ മേലുള്ള അഭിഷേകം. അഭിഷേകം. That anointing will make you a difference. ഹല്ലേലൂയ. അഭിഷേകമാണ് ഒരു വ്യത്യസ്തതയെ കൊണ്ടുവരാൻ അഭിഷേകത്തിന് കഴിയും. An anointing can bring a change in that അപ്പൊ ആരാ situation. പറയുന്നത് എന്റെ ഈ വിജന പ്രദേശത്ത് എന്ത് സംഭവിക്കും? So somebody will go, what can happen in the wilderness? ആ വിജന പ്രദേശത്തേക്ക് അത്ഭുതം വരികയാണ്. Because into that wilderness the miracle is coming there. വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അത്ഭുത രോഗശാന്തി ശുശ്രൂഷ തുടങ്ങി. 15-ാമത്തെ വാക്യം അവസാനിക്കും, 14-ാമത്തെ വാക്യം അവസാനിക്കുമ്പോ സായാഹ്നം വരെ രോഗികളെ സുഖപ്പെടുത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. Hallelujah. When Jesus saw the great multitude, he had compassion and he started healing everyone, and it went on till the evening. ഈ ദിവസങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. For this time, at such a time as this, these things are going to happen. നോട്ടീസ് ഇല്ല, അനൗൺസ്മെന്റ് ഇല്ല, പോസ്റ്ററുകളില്ല, അറിയിപ്പുകളില്ല, പക്ഷേ അത്ഭുതങ്ങൾക്ക് ഒരു കുറവുമില്ല. Hallelujah. Without any notice or without any publicity, there is no scarcity for miracles. വിജന സ്ഥലമായതുകൊണ്ട് സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു. ഇതൊരു വിജന സ്ഥലമാണ്. വേഴ്സ് 15, 14, 15 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു, ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. Verse 15, and when the evening had arrived, his disciples approached him saying, this is a deserted place and the hour has now passed. Dismiss the crowd so that by going into the towns they may buy food for themselves. But Jesus said to them, they have no need to go. Give them something to eat yourself. പകല് വൈകുന്നേരം വരെ അത്ഭുത രോഗശാന്തി ശുശ്രൂഷ നടക്കുന്നു. All throughout the morning till the evening, the miracle section is going on. വൈകുന്നേരം ഒരു പ്രശ്നം നേരിടുന്നു. In the evening, there is a problem there. ആത്മീയ ആഹാരം കഴിച്ചു വയറ് നിറഞ്ഞു. They had been filled with the spiritual ഇനി food, ഭൗതിക ആഹാരം വേണം. but now they need physical food. ഇവിടെ എങ്ങും ഒന്നും കിട്ടുകയില്ല. In the wilderness, you don't get ഇതൊരു anything. ഗ്രാമമാണ്. It's a village and the wilderness place. ഹല്ലേലൂയ. Hallelujah. ഇവിടെ ഒന്നും കിട്ടുകയില്ല, ഇവിടെ ഒന്നും ഉണ്ടാകുകയില്ല. ഇവിടെ എങ്ങനെ ഉണ്ടാകാനാ? ഇത് ഗ്രാമമല്ലേ? ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം കിട്ടും. Say, this is a wilderness, this is a desert, nothing grows there. In your life also you'll have the same questions. Can anything grow there? Can anything happen in my situation? എല്ലാ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് വേണ്ടി വിശേഷിച്ച് ഒരുങ്ങാറുണ്ട്. പക്ഷെ ഇന്നത്തെ ഈ ഞായറാഴ്ച വിശേഷിച്ച് ഒരു പ്രാർത്ഥന ഒരുക്കത്തോടു കൂടി ഇവിടെ നിന്നപ്പോ കർത്താവ് പറഞ്ഞ ഒരു പ്രധാന മെസ്സേജ് ഇപ്പൊ പറയാൻ പോകും. വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. അവിടുന്ന് അത് വന്നിട്ട് ഇവിടെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് ചിന്തിച്ച് ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും സംസാരിക്കാൻ പോവാ. So we are talking to someone who is thinking that something is going to come Yes. from there into the, when you hear the message. It is to them we are speaking this. അവിടുന്ന് അത് വരും.
it has to come from there. അയാൾ അത് തരുമായിരിക്കും, You may think that that fellow has to pay me ഇവർ ഈ something. ഓർഡർ തരുമായിരിക്കും, He may give that order to me. ആ വഴി എനിക്കൊരു സമ്പത്ത് വരുമായിരിക്കും, Something is going to come from that ആ source. കച്ചവടം നടക്കുമായിരിക്കും, Maybe that business is going to take place. ആ ബന്ധു എന്നെ സഹായിക്കുമായിരിക്കും, Maybe my relative may help അവർ me. എനിക്കൊരു വിസ അയച്ചു തരുമായിരിക്കും, He may send me a visa. ആ കമ്പനിയിൽ എന്നെ കയറ്റുമായിരിക്കും. I may get a job in that company. അവിടുന്ന് അത് വന്നിട്ട് That thing has to come from എന്റെ there. സിറ്റുവേഷൻ മാറുമായിരിക്കും. My situation has to change. പക്ഷെ ഇന്നൊരു കാര്യം പറയട്ടെ, But today I'm going to tell you something. നിങ്ങൾ പറയുന്ന അവിടുന്നില്ലേ, The thing that has to come from there, അവിടുന്ന് from that, ഒന്നും പ്രതീക്ഷിക്കണ്ട. don't expect anything from ഇങ്ങനെയൊന്നും there. പറയല്ലേ ഇന്ന് രാവിലെ. That's what we are going to sell today. നിരാശരാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. Why we are telling that you should not be ഇവർ എക്സ്പെക്ട് ചെയ്യുന്ന സഹായം ഗ്രാമത്തിൽ നിന്ന് പോയി പട്ടണത്തിൽ പോയി വാങ്ങുന്നതാണ്. See, what the disciples' idea is, they want to go to the town and get the resources. പക്ഷെ കർത്താവിന്റെ പരിപാടി ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാനാ, അല്ലാതെ അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങാനല്ല. But Jesus' idea is not to get something from there, but to give something from here in the wilderness. ഡോക്ടറെ അതൊന്നുകൂടെ പറ. We were expecting something to come from the town into the wilderness, Yes. because nothing grows there in the desert. Jesus says, no, nothing is going to come from there. Everything is to come from here only. ഹല്ലേലൂയ. അവര് പറയുന്നത് അവിടുന്ന് നമുക്ക് കൊട്ടപ്പടി അപ്പം മേടിച്ച് ഇങ്ങോട്ട് വരാന്നാ. പക്ഷെ കർത്താവ് പറയുന്നത് ഇവിടുന്ന് കൊട്ട നിറച്ച് നമുക്ക് അങ്ങോട്ട് പോകാം. Their idea is to bring loads of bread from the town into the desert. But Jesus said, no, you are going to take loads of bread from the wilderness to the town. എഴുതി അവസാനിക്കുമ്പോ ഇങ്ങനെ അവസാനിപ്പിക്കുന്നേ, And it ends, എല്ലാവരും തിന്ന് തൃപ്തരായി ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറച്ച് ശേഖരിച്ചു. they all ate full, and the leftovers were 12 baskets full. Hallelujah. Hallelujah. Initially you were thinking they will feed you, but the promise of God is upon you that you will feed them. ആദ്യം നിങ്ങൾ വിചാരിച്ച അവർ നിങ്ങളെ ഭക്ഷണം തരും, പക്ഷേ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ തീറ്റി പോറ്റി തൃപ്തരാക്കി ആദ്യമായിട്ട് തന്നുവിടാൻ പോകും. ഞാൻ മലയാളം പറഞ്ഞു, ഡോക്ടർ ഇംഗ്ലീഷ് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം നമ്മൾ വിചാരിച്ചു അവര് നമ്മളെ പോഷിപ്പിക്കുമെന്ന്, പക്ഷേ കാരണം നമ്മൾ വലിയ കഷ്ടത്തിലാണിപ്പോ. നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, നമ്മുടെ മേൽ ആക്ഷേപമുണ്ട്, അപവാദമുണ്ട്, ആരോപണമുണ്ട്, ഒന്നുമില്ല. We were in great difficulty. We had financial burden, all those things. We thought they are going to help us. The help is going to come from there. അവിടുന്ന് സഹായം വരുമെന്ന്. We thought the help is going to come പക്ഷെ from there. കർത്താവ് പറയുന്നു, But Jesus is saying, ഈ വിജന സ്ഥലത്ത്, in the wilderness നീ itself, ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ this place you are standing right now, കർത്താവ് നിന്നെ നിറച്ചിട്ട് God is going to make you full. ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തു വിടും. And then abundance is going to flow from here towards ഒരു there. ജോലി തേടി അന്വേഷിച്ച് നടക്കുന്നവനാ നീയെങ്കിൽ അനേകർക്ക് ജോലി കൊടുക്കുന്നവനായി ദൈവം നിന്നെ You may be മാറ്റി. searching to get one job for you, but God is changing it so that you're going to give jobs to many people. ഒരു സൗഖ്യത്തിന് വേണ്ടി യാചിച്ച് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ കമ്മിങ് ഡേയ്സ് വിശ്വാസത്താൽ ഏറ്റെടുക്കുക ഈ വചനം. നിന്റെ കയ്യിലൂടെ അനേകായിരങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന ദിവസങ്ങൾ വന്നിരിക്കുകയാണ്. You might have come to receive a miracle, but take it from us today. You are going to heal many people ഞാൻ because the anointing is അനുഭവിക്കുന്നതാ there. ഞാൻ പറയുന്നത്, ഞാൻ അനുഭവിക്കുന്നതാ ഞാൻ That's പറയുന്നത്. what we are enjoying and receiving. We are speaking ഹല്ലേലൂയ. to you. ആരോ എങ്ങോ പറഞ്ഞു പഠിപ്പിച്ച കാര്യം പറയാൻ ഞങ്ങൾക്ക് സമയമില്ല, It's not സൗകര്യമില്ല. someone who told us we are speaking this. ഹല്ലേലൂയ. Hallelujah. ഇത് സത്യവചനമാണ്. This is the truth. അതാ സംഭവിച്ചേ. നോക്ക, അതാ സംഭവിച്ചേ. That's what happened here. ഹല്ലേലൂയ. Hallelujah. ശിഷ്യന്മാര് പറയും നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. The disciples said we'll buy something from their town into the wilderness. അടുത്ത ശ്രദ്ധിച്ചോണം, ഭയങ്കര മെസ്സേജ്. ഇത് മറക്കരുത്. ഇന്ന് എത്ര പേരെ യൂട്യൂബിലേക്ക് ക്ഷണിക്കാമോ, ഫേസ്ബുക്കിലേക്ക് ക്ഷണിക്കാമോ, പെട്ടെന്ന് ക്ഷണിച്ചോ. Invite all your friends into the Facebook and YouTube. കാരണം ഇത് വലിയ മിറക്കിൾ മെസ്സേജ് ആയി മാറാൻ പോവാ. Oh, that's a miracle message that we are going to give to you. അതാ നമ്മൾ കേൾക്കുന്നത്. That's why you're listening today. അവർ പോകേണ്ടതില്ല. കർത്താവിന്റെ വാക്ക്, അവർ പോകേണ്ടതില്ല. Jesus said they need not go. 17ാമത്തെ വാക്യം, Verse 17. ശിഷ്യന്മാര് പറയുന്ന അവര് പോകണം. Disciples saying they have to go. കർത്താവ് പറയുന്ന അവര് പോകേണ്ടതില്ല. Jesus said no. ശിഷ്യന്മാര് പറയുന്ന സ്ഥലമാ പ്രശ്നം. The disciples saying the place is the problem because it's a wilderness. കർത്താവ് പറയുന്നു സ്ഥലമല്ല പ്രശ്നം. Jesus saying no, the place is not the problem. ഈ വീട് മാറിയാ എന്റെ പ്രശ്നം തീരുമാനിക്കും. You may be thinking that if I change my house, the whole problem will situation. അടുക്കള ഇരിക്കുന്ന മൂലയുടെ പ്രശ്നമാണ്. Maybe there's something in the corner of the problem.
ഇതെന്തൊക്കെ വരുത്തുപോക്കുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ സ്ഥാപനം ഉള്ളത്. അതുകൊണ്ടാണ്. We may be thinking there is something curse going on in that place where we are working. ഹല്ലേലൂയ. Hallelujah. വളരെ അടുത്ത കാലത്ത് ഞാനൊരു സ്ഥാപനത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. Very recently I went to an institution to pray. ആ സ്ഥാപന ഉടമ ചെന്നപ്പോഴേ എന്നോട് പറഞ്ഞു, The owner of that institution said to us the moment we entered there, ഇവിടെ 8 വാടകക്കാർ വന്നിട്ടുണ്ട്, 8 പേരും പൊട്ടിപ്പോയി. he said 8 people are already come here and worked here as, but all of them got broke. എനിക്ക് ഇപ്പൊ അതേ അവസ്ഥ വന്നിരിക്കുക. My situation is going to be the same also. ഇതാ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. That's the problem with every one of us. അവര് തോറ്റു, They fail. അതുകൊണ്ട് ഞാനും തോക്കും. Because of that I also may fail. ഞാൻ പറഞ്ഞ ആദ്യം ആ വാക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യാം. Oh, you cancel that very thought from you. ഇവിടെ ഒരു അത്ഭുതം ഉണ്ടാവും. A miracle is going to happen in that place. ഇത് മാറിയാലല്ല. It's not this when it changes. ഇത് മാറിയാലല്ല. It's not that it changes then anything will come. ചേഞ്ച് വരേണ്ടത് പുറത്തല്ല, അകത്താണ്. Hallelujah. The change has to come within you, not outside. Hallelujah. നമ്മൾ പുറത്തത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. We are trying to get everything from outside into you, inside. അതവിടെ വായിക്കുന്നത്. ശിഷ്യന്മാര് പറയാം, നമുക്ക് അങ്ങോട്ട് പട്ടണത്തിൽ പോയി നമുക്ക് ഇങ്ങോട്ട് വരാം. Disciples say we'll go to the town, bring resources into the wilderness. അവിടെ പോസിബിലിറ്റി ഉണ്ട്. There's a possibility there. ഇവിടെ പോസിബിലിറ്റി ഇല്ല. There's no possibility here. Hallelujah. 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 നീ എവിടെ നിൽക്കുന്നോ, നിന്നെ ദൈവം എവിടെയാണോ നിർത്തിയിരിക്കുന്നത്, whichever place you are standing right now, അവിടെ ചില സാധ്യതകൾ നിനക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. Possibilities are going to happen. It's been there. അവിടെ ചില സാധ്യതകൾ നിനക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. God has hidden certain possibilities for you right there in the situation. ആ വേർഡ് അതുപോലെ പറയുന്നു. അവിടെ നീ നിൽക്കുന്ന ഇടത്ത് തന്നെ നിനക്ക് രക്ഷപ്പെടാനുള്ള ചില സാധ്യതകളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ശൂന്യത അത് കണ്ടെത്തുന്നത് വരെയാണ്. ഇന്ന് അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്ക്, എന്നാ തന്നിരിക്കുന്നതെന്ന് നോക്ക്. ആ ചെറുതിനെ കർത്താവിന് വലിയതാക്കാൻ കഴിയും. In the place of your insecurity, in the place of your impossibility, there God is changing whatever little is into possibilities. Yes, അതാ ഇവിടെ വായിക്കുന്നത്. അവർ കർത്താവ് പറയാ, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കും. വിശുദ്ധ മത്തായി 14:17 ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവുമില്ലാതെ ഞങ്ങളുടെ പക്കൽ വേറൊന്നുമില്ല, ഇത് മാത്രമേ ഞങ്ങളുടെ പക്കലുള്ളൂ. Jesus said, no, you are not going there, you feed them. Then they said, we have only 5 loaves and 2 fish. വളരെ ചെറുത്, something very small. Hallelujah. Hallelujah. വളരെ ചെറുത്. You have something very small in your hand. Impossibility വളരെ വലുത്. The impossibility is so big. ആദ്യം അവർ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ 5 ബ്രെഡ് ഉണ്ടെന്നല്ല പറഞ്ഞത്. They did not say first we had only 5 loaves of. ആദ്യം പറഞ്ഞു നമുക്ക് പട്ടണത്തിലേക്ക് പോകാന്ന്. First they said we want to go to the town. ഞങ്ങളുടെ കയ്യിലുള്ള ചെറുതാ. We have something very small in. അവിടെ ഉള്ളത് വലുതാ. There's something bigger there. നമ്മുടെ കയ്യിലുള്ള ആ ചെറുതില്ലേ, what you have, the smaller one in your hand, ആ ചെറുതില്ലേ, that small thing in your hand, ആ ഒരു ചെറിയ കഴിവില്ലേ, the small, the thing that you have with you, ആ ഒരു ചെറിയ കൃപയില്ലേ, the small grace that is ആരും പുകഴ്ത്തിയിട്ടില്ലാത്ത ഒരു ചെറിയ ഒരു ടാലന്റ് ദൈവം തന്നിട്ടില്ലേ? it's a small talent which is hidden in you, which no one has seen. അത് മതി. That is enough. അത് മതി. That is enough. അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയും. God is able to multiply. അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയും. God is able to multiply. അതിനെ വർദ്ധിപ്പിക്കാൻ കഴിയും. That God is able to multiply that very small thing in you. ആവർത്തിച്ച് പറയട്ടെ, അതിനെ ദൈവത്തിന് വർദ്ധിപ്പിക്കാൻ കഴിയും. Let me repeatedly say, God is able to multiply the very little thing that you have in your hand. Hallelujah. Hallelujah. അതാ ഇവിടെ കാണുന്നേ. That's what you see here. ഞങ്ങളുടെ പക്കൽ ഇതേ ഉള്ളൂ. We have only 5 loaves and 2 fish. യേശുവിന്റെ വാക്ക്. Jesus said. അവൻ പറഞ്ഞു. He said. അത് എന്റെ അടുത്ത് കൊണ്ടുവരിക. Bring it to me. ശ്രദ്ധിച്ചു കേട്ടോ, ഇച്ചിരിയേ ഉള്ളൂ. We have very little. അത് എന്റെ അടുത്ത് കൊണ്ടുപോവാ. Bring it to me. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന അതിനെ എന്റെ അടുത്തോട്ട് കൊണ്ടുപോവാ. Whatever you have in your hand, bring it to Jesus. Oh Jesus. Hallelujah. 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 എന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അത് ചെറുതാ. When it is in my hand, it is small. പക്ഷെ കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്താൽ, but once you give it to the hand of Jesus, ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പറയും, കയ്യിലിരിക്കുന്നത് കൊടുത്താ പോരാ, കൈയുടെ ഉടമസ്ഥനെയും കൂടെ കൊടുത്താൽ. Hallelujah. Whatever you have you have it in your hand, you not only give that, you give yourself to it. കയ്യിലിരിക്കുന്നത് കൊടുത്തിട്ട് എന്തോ ചെയ്യാനാ? What little you have, when you give it, what can happen to that? ഇതാ കർത്താവേ ഉള്ള പോലെ എന്നെ തന്നിരിക്കുക.
Lord, whatever I have, I'll give it to you. ഇനി എനിക്കൊന്നും അറിയത്തില്ല, I don't know anything else. ഇനി എനിക്കൊന്നും അറിയുകയും വേണ്ട. I don't want to know more anything. ഇനി എന്റെ കാര്യം മുഴുവൻ അങ്ങയുടേതാണ്. Because I surrender everything to you, because you are everything for me. അയ്യോ, അങ്ങനെ വിട്ടുകൊടുക്കുന്ന മക്കൾക്കായി ദൈവത്തിന് സ്തോത്രം Hallelujah. For ചെയ്യുന്നു. all who are surrendering completely to them, we bless them. Hallelujah. ഇനിയാണ് അടുത്ത വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. Yeah, this next twist in സോ it. ഡോക്ടറെ ശ്രദ്ധിച്ചു കേട്ടോ. സോ 5 അപ്പം ശിഷ്യന്മാരുടെ കയ്യിലെത്തുന്നു. See, 5 loaves and 2 fish are coming to the disciples' hand. മർക്കോസ് സുവിശേഷത്തോട് വായിച്ച അറിയാതെ ഒരു ബാലകൻ Sit in 50s. 50 വീതം വരുന്ന പന്തിയായിട്ട് ആൾക്കാർ ഇരുത്ത്. Make them 50s each and multiplies. നമ്മൾ ഇന്ന് എന്നാ പറയുന്നറിയോ? 5000 അപ്പം കണ്ടാൽ ഞങ്ങൾ 50 ആയിട്ട് ഇരുത്താം. But what we will say, if we see 5,000, we'll make them sit in 50s. അല്ലേ 5000 ഒന്ന് വർദ്ധിച്ച് കാണട്ടെ. Let's see how this 5 is going to multiply. എന്നിട്ട് ഞങ്ങൾ ആളെ ഇരുത്താം. Then we'll make people sit. ഇപ്പൊ 5 അപ്പല്ലേ ഉള്ളൂ. Right now it's only 5 fish, 5 loaves. എന്തിനാ 5000 പേര് 50 പേരെ ഇരുത്തുന്നേ? Then why should we make them sit in 50s? ഒരു ഗ്രൂപ്പ് 50, There's one group 50, അടുത്ത ഗ്രൂപ്പ് 50. another group 50. See, 5000 അപ്പം നിങ്ങൾക്ക് വിളമ്പാനുണ്ട്. If there is 5,000 bread to be distributed, നിങ്ങൾ 50 പേരായിട്ട് ഇരുത്തുന്നതിൽ അർത്ഥമുണ്ട്. then it is logic to make them sit in 50s. പക്ഷെ ഇവിടെ 5 അപ്പമേ ഉള്ളൂ. But here right now in this particular situation there's only 5 loaves. ഒരാക്കെങ്കിലും ഈ ഒറ്റ പന്തിക്ക് തികയണമെങ്കിൽ കുറഞ്ഞത് ഈ 5 എണ്ണം 10 എണ്ണം ആകണം. See, if this 5 loaves has to be become how much? മിനിമം 10 ടൈംസ് ആയാൽ മാത്രമേ. Minimum 10 times it has to become. Then only you can make them sit in 50s. പക്ഷെ ഒന്നും കാണാതെ ഇരുത്താൻ പറയുന്നു. But without seeing anything, he is saying, make them sit down. ഇതാ വിശ്വാസം. That is called faith. അപ്പം വർദ്ധിച്ചു കണ്ടാൽ ഞങ്ങൾ ഇരുത്താം. Oh, we are all, if we see this bread being multiplied, we'll make them sit. മഴക്കാറ് കണ്ടിട്ട് മഴയുണ്ടെന്ന് പറയാൻ പ്രത്യേകിച്ച് വെളിപാടിന്റെ ഒന്നും ആവശ്യമില്ല. When you see the clouds and it's going to rain, you can say it's going to rain. ഉണ്ടോ? No, I don't think so. നോഹയോട് ദൈവം പറഞ്ഞു മഴ പെയ്യാൻ പോവാ. See, to Noah, God said it's going to rain. ലോക ചരിത്രത്തിൽ അന്ന് വരെ മഴ പെയ്തിട്ടില്ല. മഞ്ഞുകൊണ്ടാ ദൈവം ഭൂമിയെ നനച്ചോണ്ടിരുന്നത്. But that during those days, it's never rained. ഒരപ്പച്ചൻ പെട്ടകൊണ്ടാക്കുക. And he's making a great boat. ഞാനാണ് ഇങ്ങനെ പറഞ്ഞേനെ, മഴ എന്നാന്ന് ആദ്യം ഒന്ന് കാണിക്കേ. First, let's see a single drop of rain coming. ഇതാ വിശ്വാസത്തിന്റെ ശോധന. That's the testing of your faith. അതാ വിശ്വാസത്തിന്റെ ശോധന. That's the testing of your faith. എക്സാമിനേഷൻ എന്ന് പറയുന്നത് അതാണ്, അല്ലേ? Test is an examination. ഹല്ലേലൂയ. Hallelujah. റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കാം ആ മാർക്ക് നോക്കി എനിക്ക് ഏതിന് പോകണമെന്ന്. Hallelujah. Once you receive the result, then I can decide to which which course I should select. Yes. Hallelujah. What is your dream? എന്നാ നിന്റെ ദർശനം? What's your dream? എന്നാ നിന്റെ സ്വപ്നം? What's your imagination? Okay? മാർക്ക് ലിസ്റ്റ് കൈ കിട്ടിയിട്ട് തീരുമാനിക്കാമെന്നാണോ? If it's unless you receive the mark list in your head, you're going to decide? അതോ ഇതാണ് പറയാൻ പോകുന്നത്? Oh, you're going to say this. എന്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു ഞാനൊരു സയന്റിസ്റ്റാ. What I saw in my vision, that's going to become a scientist. മാർക്ക് ഷീറ്റ് എന്റെ കൈ കിട്ടുന്നതിന് മുമ്പേ എനിക്ക് അറിയാം ഞാൻ അതാണെന്ന്. Before I receive the mark sheet in my hand, I know that's going to happen in my life. നീ അവിടെ എത്തിയിരിക്കും. You will reach that place. അതാ വിശ്വാസം. That is called faith. അതാ വിശ്വാസം. That's faith. അതാ ഇവിടെ കണ്ടേ. That's what we have seen here. അതാ ഇവിടെ കണ്ടേ. 2500 റബ്ബർ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കണ്ണൂര്. റബ്ബർ തോട്ടത്തിൽ റബ്ബറിനെ നോക്കിയാ ഞാൻ ആദ്യം പ്രസംഗിച്ചത്. We are seeing about 2,000, 5,000 people and they are speaking. റബ്ബർ തോട്ടത്തിൽ പോകും, പാറയുടെ മേളിൽ നിന്ന് ഈ റബ്ബറുകളെല്ലാം ആൾക്കാരാന്ന് പറഞ്ഞ് പ്രസംഗിക്കും. കാറ്റടിക്കുമ്പോ റബ്ബർ അനങ്ങുമ്പോ ആൾക്കാർ പ്രതികരിച്ചതുപോലെ ഞാൻ കണ്ടു. Oh, even when there is not much of crowd, we go to the plantation and see the trees and start speaking, seeing them as people sitting there. ഹല്ലേലൂയ. ഇന്ന് 5000 പേര് മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് അതിലൊരു അതിശയമില്ല. And today when I see 5,000 people sitting in front of him, കാരണം ഞാൻ 2500 റബ്ബറിനെ അന്ന് കണ്ടതാ. because I have seen before that. ഞങ്ങളുടെ സ്ഥലത്ത് ഒരു മലയുണ്ടായിരുന്നു, ആ മലയിൽ ഒരു പാറയുണ്ടായിരുന്നു, അതിന്റെ മേളിൽ നിന്ന് ഞാൻ എന്നും പ്രസംഗിക്കുമായിരുന്നു. In my place there is a rock and on top of it I used to stand and speak every day. തുടങ്ങിക്കോ. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാല്, why I am telling this?
9ാം ക്ലാസ്സിൽ എനിക്ക് ആ ദർശനം ദൈവം എന്റെ ഹൃദയത്തിൽ ഇട്ടപ്പോ, At the age of 9, when God gave me that vision in my heart, എന്റെ കുടുംബത്തിൽ നിന്ന് പോലും ഒരാൾ ഈ വചനത്തിന് പ്രസംഗിക്കാൻ. there's none among my family was after this. ഹല്ലേലൂയ. ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയട്ടെ, Again, I'm telling you, കർത്താവ് സാധ്യത കൊണ്ടുവരുമ്പോ, when God brings in possibilities into your life, എല്ലാ സാഹചര്യവും മാറി മറിയും. all your situations will change around. അതാ ഇവിടെ വിശദീകരിക്കുന്നത്. That's what been described here. 5 അപ്പം 2 മീനും മത്സ്യവും മാത്രമേ ഞങ്ങളുടെ പക്കലുള്ളൂ. We have only 5 loaves of bread and 2 fish. കർത്താവ് പറഞ്ഞു, അതെന്റെ അടുത്തോട്ടാ, Bring it to me. ഇനി നിങ്ങൾ അതിനെ കുറിച്ച് വിചാരപ്പെടണ്ട. Don't bother about ഇനി it. നിങ്ങളുടെ ജോലി ആൾക്കാരെ ഇരുത്തല. Now your job is to make them അപ്പം sick. തരുന്നത് വരെ അപ്പം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ജോലിയായിരുന്നു. Till you give that bread to me, the multiplication will happen. When you hand over your life to Jesus, no need to rethink where I'm going. Oh God, what is going to be my tomorrow? നിങ്ങളുടെ ജീവിതത്തെ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവമേ നാളെ എന്താവും എന്നത് ആകുലപ്പെടേണ്ട കാര്യമില്ല. Prepare yourself for the next step. അടുത്ത പടിയിലേക്ക് നിങ്ങളെ തന്നെ തയ്യാറാക്കുക. അങ്ങോട്ട് കൊടുത്തിട്ട് ഇനി ഇവിടെ തല പോകേണ്ട. Give it to him and don't get worried over it. Oof. Hallelujah. Come on. Hallelujah. എന്റെ മൂത്ത മകൻ ഇച്ചിരി വീക്കാ, കൊടുത്തില്ലേ കർത്താവിന്, പിന്നെ എന്തിനാ ബിപിയും കൂട്ടി ഇരിക്കുന്നത്? You may tell my elder son is little weak. Give it to him and then don't bother about it. Don't say that he is weak. അടുത്ത സ്റ്റെപ്പ് വെക്ക. Make the next step. കൊടുത്തത് ചെറുതാ. When you give it is small. കർത്താവ് പറയും വലിയ സ്റ്റെപ്പ് വെക്ക. Make a bigger step. ഇനി അതിന്റെ കാര്യം പറയല്ലേ. Don't speak that is small. അത് കൊടുത്തു കഴിഞ്ഞു. It's already been given to him. Oh. It's already handed over to him. Hallelujah. Hallelujah. കൊടുത്തു കഴിഞ്ഞോ? We are asking you, have you handed over it to Jesus? Whatever little you have you given it over to Jesus' hand? Hallelujah. എന്റെ കുഞ്ഞിന് തീരെ ഓർമ്മശക്തിയില്ല. You may think my child has got a less memory. കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തേക്കുക. Hand over the child to Jesus. ഞാൻ അവന്റെ ഭാവിക്ക് വേണ്ടി മുന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. Oh, he is preparing ahead for him in this life to come. എന്റെ കൈ വീട് വെക്കാൻ ഒന്നുമില്ല. I don't have money to build my house. ഉള്ളതെല്ലാം കൂടെ തപ്പി പെറുക്കി കർത്താവിന്റെ കയ്യിലോട്ട് കൊടുത്തേക്കുക. Whatever else you have, you hand over it to Jesus. ഇനി ബാക്കിയെല്ലാം കർത്താവിന്റേതാ. The rest of the job is his. കർത്താവ് പറയുന്നു. He's saying right now. കർത്താവ് പറയുന്നു. Jesus is saying right now. മണലിറക്ക്. ഞാൻ Do the next step. കല്ലിറക്ക്. Bring the കർത്താവ് എന്റെ കയ്യിൽ 7 ലക്ഷം രൂപ പോലും 1.5 ലക്ഷം രൂപ പോലും 25,000 രൂപ പോലും തികച്ചില്ല. Lord, I don't have money. I don't even have 1.5 lakh to even start it. Hallelujah. Hallelujah. He will fulfill your desire. Hallelujah. According to the riches of heaven. Hallelujah. No matter who you are, no matter where you are, no matter what is your circumstances, He is above all. And you are under His provision. സാഹചര്യം ഏതാകട്ടെ, നിങ്ങൾ എവിടെയാകട്ടെ, നിങ്ങളുടെ സാഹചര്യത്തിന് മേൽ ദൈവം നിങ്ങളെ ഉയർത്താൻ മതിയായവരാണ്. കർത്താവ് മിറക്കിൾ എങ്ങനെയാണ് നമ്മെ പഠിപ്പിക്കുക. He is teaching us how this miracle happens. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഇച്ചിരി കൊടുത്ത് കർത്താവിന്റെ കയ്യിലോട്ട്. See, they have very little and they handed over it to Jesus. 19ാമത്തെ വചനം. Verse 19. ജനക്കൂട്ടത്തെ പുൽത്തകിട്ടിൽ ഇരുത്താൻ കൽപ്പിച്ച ശേഷം He commanded them to be seated on. അവൻ അപ്പവും 2 മത്സ്യവും കയ്യിലെടുത്തു. He took the 5 loaves and 2 fish. സ്വർഗ്ഗത്തിലേക്ക് നോക്കി. Looked up to heaven. ആശീർവദിച്ചു. Blessed it. മർക്കോസ് സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി സ്തോത്രം ചൊല്ലി. In the Mark Gospel he said he looked to heaven and gave thanks. That is powerful. Hallelujah. കയ്യിലുള്ളത് വെച്ച് വേണേ പിറുപിറുക്കാം. കയ്യിലുള്ളത് വെച്ച് വേണമെങ്കിൽ താങ്ക്സ് ഗിവിംഗ് നടത്താം, നന്ദി പറയാം. With whatever little you have, you can start murmuring and complaining. Or else, with whatever little you have, you can lift it up and give thanks to the Lord. What makes miracle? Hallelujah. അത്ഭുതം എങ്ങനെ അവിടെ നടക്കുന്നു? Not the murmuring makes miracle. അയ്യോ, നിങ്ങൾ പിറുപിറുപ്പല്ല നിങ്ങൾക്ക് അത്ഭുതത്തെ But the കൊണ്ടുവരുന്നത്. thanksgiving. Hallelujah. നന്ദി കരത്തിലാണ് നിങ്ങൾക്ക് അത്ഭുതത്തെ. വിളിച്ചു പറഞ്ഞോ, എന്റെ കയ്യിലുള്ള 5 അപ്പത്തിനായിട്ട് നന്ദി. Hallelujah. I thank Lord for the 5 loaves and 2 fish that is in my hand. എന്റെ പ്രശ്നം എന്നാ അറിയോ? What's my problem? കർത്താവേ, എനിക്ക് 5 അപ്പമേ തന്നുള്ളല്ലോ. Oh, you gave me only 5 loaves. ഇതാ പ്രാർത്ഥന. That's my prayer. എന്റെ പ്രാർത്ഥന. That's my prayer. കർത്താവേ, അവൻ 7 കൊടുത്തല്ലോ, എനിക്ക് 5 തന്നുള്ളൂ. You
gave him 7 loaves, but you gave me only 5. എന്നാലും നീ എന്നോട് അങ്ങനെ ചെയ്ത്. Why did you do that to me? ഞാൻ എല്ലാ ആഴ്ചയും പള്ളി പോകുന്ന ആളല്ലേ. Every Sunday I come to the അവളാണ് church. പള്ളി പോകാത്ത ആള്, അവക്ക് 7 കൊടുത്തല്ലോ. She doesn't even go to the church, but you gave the 7. നിർത്ത്, Stop it. നിർത്ത്, നിർത്ത്, നിർത്ത്. Stop it. Stop it. സ്തോത്രം ചെയ്യാൻ തുടങ്ങ. Start giving thanks. എന്റെ കയ്യിലുള്ള 5 വേണ്ടി സ്തോത്രം ചെയ്യാൻ തുടങ്ങ. Oh, give thanks for whatever little of തുള്ളി ചാടി കർത്താവിന് നന്ദി പറ. All the time give thanks, for this is the will of God. ഓ, സിസിലിയുടെ മകൻ അങ്ങനെ, മേരിയുടെ മകൾ ഇങ്ങനെ, അയ്യോ എന്റേത് മാത്രം ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയാതെ എന്റേതിനെ എടുത്ത് നടുക്കോട്ട് വെച്ചിട്ട് പല്ലുകടിയാ. Yeah, but thanksgiving is the language of heaven. നന്ദി പറച്ച് സ്വർഗത്തിന്റെ ഭാഷയാ. So he brought down that language. സ്വർഗത്തിൽ നിന്ന് വന്ന കർത്താവ് ആ ഭാഷ കൊണ്ടുവന്നിരിക്കുക. While also he took it up 5 അപ്പം കയ്യിലെടുത്തു, and gave thanks, നന്ദി പറഞ്ഞു. and the miracle came from heaven. ഓ, നന്ദി പറഞ്ഞപ്പോ അതിനകത്തേക്ക് അത്ഭുതം വരികയാ. So whatever little you have, എത്ര ചെറുതാണോ നിങ്ങളുടെ കയ്യിലുള്ളത്, lift it up. അതിനെ എടുത്തുയർത്തി Instead of murmuring, പിറുപിറുക്കുന്നതിന് പകരം you give thanks. കർത്താവിന് നന്ദി പറ. The miracle comes from above. അവിടുന്ന് അത്ഭുതം ഇറങ്ങി വരും. Hallelujah. എടുക്ക്. ഉള്ള ചെറുത് കയ്യിലോട്ട് എടുക്കുക. Whatever little you have, take it in your own hand. ചെറുത് തന്നിട്ടുണ്ട്. Oh, he has given a measure. ചെറുത് തന്നിട്ടുണ്ട്. He has given a small measure for everyone. ചെറുത് തന്നിട്ടുണ്ട്. Yes, ചെറുത് തരാതെ ഒരാൾ പോലും ഇല്ല. Oh, there is no one else. He has given a small thing to everyone. കുഴിച്ചിടുന്നവന് ഇഷ്ടമില്ല. If you hid it, he doesn't like it. അത് ഹൈഡ് ചെയ്യുന്നവന് ഇഷ്ടമില്ല. He doesn't like those who hid things. ചെറുതില്ലേ, ഒന്ന് സൂക്ഷിച്ചു നോക്കി. ചെറുതുണ്ട്. Look carefully. There is a small thing in you. ചെറുതുണ്ട്. ചിലപ്പോൾ സഹായത്തിനുള്ള വരവായിരിക്കും. There is a small thing in you. ഒരാളെ ആശുപത്രി കൊണ്ടാണുള്ള വരവായിരിക്കും. Bring someone to the hospital. Hello. You Take may be someone. saying, take someone to the hospital. അതായിരിക്കും ചിലപ്പോൾ ഉള്ളത്. That may be the little help that you can ചിലപ്പോൾ do. ഒരു വേർഡ് ഓഫ് കംഫർട്ട് ആയിരിക്കും. Sometimes it will be a word of comfort. ചിലപ്പോൾ 2 വാക്ക് എടുത്ത് വാട്സാപ്പിൽ 10 പേർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു കൃപാവരമായിരിക്കും ഉള്ളത്. Sometimes you may be writing some exhortation in the Facebook, and so that people may hear it and see it. ചിലപ്പോൾ ഒരു ഡെയിലി അപ്ഡേറ്റ്സ് ഇടുന്നതായിരിക്കും. Sometimes maybe a daily updates you put to strengthen people. ആ ചെറുത് മതി. That little is enough. വർദ്ധിപ്പിക്കും. It will be multiplied. അത് വർദ്ധിപ്പിക്കും. That will be ആ multiplied. ചെറുത് കണ്ടുപിടിക്കുന്ന വരയുണ്ടല്ലോ. But until you find that little thing with you, നമ്മുടെ നോട്ടം വല്ലവന്റെ കയ്യിൽ ഇരിക്കുന്ന ചെറുതിനെയായിരിക്കും. we are looking to something, someone else who is having that. ആ ചെറുത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ Once you see the very little in your ആ hand, ചെറുതിനായി സ്തോത്രം ചെയ്യാൻ തുടങ്ങും. start giving thanks with it. ആരാ ചോദിക്കുന്നത് എങ്ങനെ ഈ ചെറുതിനെ വലുതാക്കാം? Somebody is asking how I can multiply that small very ചെറുതിനെ little. എങ്ങനെ ചെറുതാക്കാം, ചെറുതിനെ എങ്ങനെ വലുതാക്കാം, രണ്ടും കേട്ടു പോയാൽ മതി. How can you make the little very little, and how can you make the very little big? ചെറുതിനെ വലുതാക്കാൻ, In order to make the little bigger, ചെറുതിനകത്തേക്ക് താങ്ക്സ് ഗിവിംഗ് ആഡ് ചെയ്യുക. you add thanksgiving into the small things. നന്ദി പറച്ചിൽ ആഡ് ചെയ്യുക. Keep on giving thanks. നന്ദി പറഞ്ഞോളുക. Keep on giving നന്ദി thanks. പറഞ്ഞോളുക. Keep on giving എന്റെ മൂത്ത thanks. മകനായിട്ട് നന്ദി കർത്താവേ. Oh, tell your എന്റെ ഇളയ blessing. മകനായിട്ട് നന്ദി കർത്താവേ. Bless for your children. എന്റെ ഭർത്താവിനായിട്ട് നന്ദി കർത്താവേ. എന്റെ ഭാര്യയ്ക്കായിട്ട് നന്ദി കർത്താവേ. Start giving thanks എന്റെ in സഭയ്ക്കായിട്ട് everything. നന്ദി കർത്താവേ. For the church. ഞാൻ ആയിരിക്കുന്ന വീടിനായിട്ട് നന്ദി For കർത്താവേ. the house that you are. ചെറുത് മിക്സ് ചെയ്യുക താങ്ക്സ് ഗിവിംഗുമായിട്ട്. The more you mix the little with the thanksgiving. Now we are in an experiment. Hallelujah. We are doing an experiment here. നമ്മളിവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ്. We are doing an experiment right now. കൈയിരിക്കുന്ന ചെറുത്, In your hands very little. അതിനകത്തേക്ക് നന്ദി പറച്ചിലിടുക. You are saying thanksgiving into it, adding on to it. നന്ദി പറച്ചിലിടുക. Adding on to it. വലുതായി 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 12 കൊട്ട ബാക്കി വരും. Increasing and multiplying, and you will have 12 baskets full left over. ഹല്ലേലൂയ. അത്രയ്ക്ക് വലുതാകാൻ ആ ചെറുതിന് കഴിയും. കാരണം ഇരിക്കുന്നത് നിന്റെ കയ്യിലല്ല, എന്റെ കയ്യിലല്ല, കർത്താവിന്റെ കയ്യിലാണ്. Hallelujah. The very little is not in your hand, it is in the hand of Jesus, so it can be multiplied. ഹല്ലേലൂയ. Not only you are going to be blessed, not only you are going to be blessed, നിങ്ങൾ അനുഗ്രഹിക്കും, നമ്മൾ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, millions are going to be blessed through you. നമ്മിലൂടെ കോടിക്കണക്കാണ് ജനം അനുഗ്രഹം അനുഭവിക്കാനും So പോകുക. today receive the very little that is in your hand. എന്നാ നിങ്ങളുടെ കയ്യിലുള്ള ചെറുത് അതിനെ സ്വീകരിക്കുക. Take it and give thanks to it. അതിനെ എടുത്ത് സ്തോത്രം ചെയ്യുക. When he multiplies, അതിനെ വിഭജിക്കുമ്പോൾ, and God will use you to multiply many things in others' life. അനേകരുടെ ജീവിതത്തിലേക്ക് അതിനെ ഒരു അനുഗ്രഹമാക്കി കർത്താവിന് തീർക്കാൻ കഴിയും. No matter whatever the situation they are in. അതാ ഇവിടെ വായിക്കുന്നത് 21 ഭക്ഷിച്ച സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം പുരുഷന്മാർ മാത്രം ഉണ്ടായിരുന്നു. Hello, besides ladies and children, there were 5,000 men.
പാതി കടിച്ചിട്ട് പാതി ദൂരത്തളയുന്ന കുഞ്ഞുങ്ങൾ കുസൃതി പിള്ളേരും അവിടെ ഉണ്ടായിരുന്നു. There were people who were eating and leaving leftovers there. അവരുടെ അമ്മമാരും അവിടെ ഉണ്ടായിരുന്നു. Their mothers were also there. നന്നായിട്ട് ഇച്ചിരിയൊക്കെ കിട്ടിയ കഴിക്കുന്ന നല്ല അച്ചായമാരും അവിടെ ഉണ്ടായിരുന്നു. There were also some people who were eating full. നല്ല അച്ചായമാരും അവിടെ ഉണ്ടായിരുന്നു. Hallelujah. ഹല്ലേലൂയ. ഞാൻ സരസമായിട്ട് ഇങ്ങനെ പെരുവയറന്മാര് കഴിച്ചിട്ടും അതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നില്ല. പെരുവയറന്മാര് കഴിച്ചിട്ടും ഇതാ After all these people ate, 12 കൊട്ട ബാക്കി വന്നു. 12 baskets left over. 12 പേരുടെയും തലയിൽ വെച്ചു കൊടുത്തു. Hallelujah. 12 പേര് പറഞ്ഞു ഇവിടെ സാധ്യതയില്ല, അവിടെ Hallelujah. സാധ്യത നിന്നെ തേടി നീ ഇരിക്കുന്ന സ്ഥലത്ത് വരും. Hallelujah. That is The miracle. possibilities is coming and searching for you where you are standing. സാധ്യതയൊന്നും നോക്കി പോകണ്ട. Don't look after the possibilities. സാധ്യത നിന്നെ തേടി വരും. The possibility will start searching and coming to you. See. കർത്താവിന്റെ കൂടെ ഇരിക്കുമ്പോൾ സാധ്യത അന്വേഷിച്ച് വേറൊരു സ്ഥലത്ത് പോകും. Hallelujah. When you are in the midst of Jesus or in His When presence, you are with the Lord, when you are with the Lord, there is. Why need you to search for the possibilities? അവിടെ നിന്നെ തേടി വരണം. The possibilities start coming towards you. എന്തിനാ ഇതെന്ന് പറയുന്നതെന്ന് അറിയാം? Why we are telling this? 100 ഞാൻ ഈ യൂട്യൂബ് ലൈവ് തുടങ്ങിയപ്പോൾ ഞാൻ കാണുകയായിരുന്നു 100 കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. So many people are sending us a lot of prayer requests. ഇപ്പോഴും പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. Right now they are sending us. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഇതൊന്ന് വിശ്വസിക്കുക. My dear brothers, ഇനി ഒരിക്കലും ഒരു വിഷയം എഴുതാൻ കഴിയാത്ത വിധത്തിൽ ആ വിഷയം ഇരിക്കുന്ന ഇടത്തേക്ക് ഒരു അത്ഭുതം നമ്മെ തേടി വരികയാണെന്ന് വിശ്വസിക്കുക. Into your same situation or your problem, the miracle is coming to your life right now. ഹല്ലേലൂയ. Hallelujah. അതൊന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുക. Believe it and receive it. നമ്മളത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എനിക്കിന്ന് കർത്താവ് തന്ന ഒരു ഉറപ്പാണ് ഞാൻ പറയുന്നത്. So when you are going to pray, there is a surety that God has given us into our life. പ്രതീക്ഷ മങ്ങിയവർക്കും പ്രതീക്ഷിക്കാം. For all those who have uncertainties, today I can have certainty in their life. അവർ കൈമലർത്തി, പക്ഷെ കർത്താവ് കൈമലർത്തിയിട്ടില്ല. See, they may lay their hands bare, but God is not like അവർ ഉപേക്ഷിച്ചു, പക്ഷെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. They may forsake you, but God will never forsake you. കർത്താവിന് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. He cannot forsake. അതാ സത്യം. That's the truth. ഇന്ന് ആഴമായി നമുക്കതൊന്ന് വിശ്വസിക്കാം. Hello, believe this truth. Come on. ഇന്ന് ഏക ആത്മാവിൽ നമുക്ക് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാൻ Let's തുടങ്ങാം. pray in one mind and accord for these issues. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Is YouTube is മേരി ജോർജിന്റെ ഹസ്ബൻഡ് ക്യാൻസർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേരി ജോർജിന്റെ മേരി ജോർജിന്റെ ഹസ്ബൻഡ് ക്യാൻസർ മാറാൻ മേരി ജോർജ്. Mary George is asking a request for prayer for cancer. Is YouTube is stuck? All right. Yeah. പയസിന്റെ മദ്യപാനം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പയസിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. Pius is asking a prayer for his alcohol addiction. COVID-19 വൈറസ് പൂർണ്ണമായി ലോകത്ത് നിന്ന് മാറ്റപ്പെടാൻ വേണ്ടി ധാരാളം റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ കർത്താവിന്റെ ആധിപത്യം അതിന്റെ മേലെ അയച്ചതിനായിട്ട് നമുക്ക് കർത്താവിന്റെ കരമുയർത്തി നന്ദി പറയാം. ഹല്ലേലൂയ. Thank you. ഹല്ലേലൂയ. 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 കർത്താവായ ക്രിസ്തുവേ, വചനത്തിന്റെ ജീവനെ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് ഹല്ലേലൂയ. Receive it into your heart and your mind. ഭവനരഹിതരായ ധാരാളം വ്യക്തികൾ ഒരു പുതിയ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ സ്തുതിച്ചുള്ള ഒരു ആരാധനയിലേക്ക് ഇപ്പൊ പ്രവേശിക്കാൻ We are just entering into a praise and worship session. ഹല്ലേലൂയ. ഒരുപാട് അത്ഭുതങ്ങള്. We are going to receive many miracles. ഈ സമയത്ത് തന്നെ അതിനു വേണ്ടി തയ്യാറാവുക. Right now, be prepared to receive your miracles. ഇപ്പോൾ തന്നെ അതിനു വേണ്ടി തയ്യാറാവുക. Be prepared right now. പരിശുദ്ധാത്മാവായ ദൈവം Hallelujah. നമ്മുടെ ഇടയിലേക്ക് വ്യാപിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയണം. You will receive the anointing of the Holy Spirit flowing into your life. എന്റെ Right കർത്താവേ, now. എന്നെ ഇന്ന് സ്പർശിക്കുന്നതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് So പ്രാർത്ഥിക്കാം. let's start praying. Lord, thank you for ഹല്ലേലൂയ. touching me. ഹല്ലേലൂയ. മേരി പൗലോസിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന. ടെറസിൽ നിന്ന് മേരി പൗലോസ് വീണ് 20 വർഷമായിട്ട് തളർന്നു കിടക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുവാൻ. മേരി പൗലോസ് 20 വർഷമായി ടെറസിന് മേളിൽ വീണ് തളർന്നു കിടക്കുകയാണ്. ഇപ്പോൾ ശക്തി വ്യാപരിക്കും. അത് ലൈവായിട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം. Just praying for Mary Paulus. In the mighty name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ വലിയൊരു അത്ഭുതം മേരി താമസിക്കുന്ന ഇടത്തേക്ക്. Let the great miracle come to the place that where she is lying. ഈ സമയത്ത് തന്നെ വ്യാപിക്കട്ടെ. Right now, let it come over there. The mighty name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ
മാർട്ടീന ജോസിന് വേണ്ടി മേരിയുടെ പ്രാർത്ഥിക്കാം. കാലുകൾ അനക്കി തുടങ്ങുക. Let us legs start moving right now. യേശുവിൻ നാമത്തിൽ മേരി ഇതിനെ കർത്താവ് തൊടുന്നു. Oh, Jesus is touching her legs right now. ഹല്ലേലൂയ. Hallelujah. Yes. മാർട്ടീന ജോസിന് വേണ്ടി ബ്രസ്റ്റ് ക്യാൻസർ അത് പൂർണ്ണമായും Fatima Joseph is praying, asking for prayer for breast cancer. The mighty name of Jesus. യേശുവിന്റെ അധികാരമുള്ള മാർട്ടിനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ബ്രസ്റ്റ് ക്യാൻസറിന്റെ മേൽ കർത്താവിന്റെ ആധിപത്യം വ്യാപിക്കട്ടെ. Hallelujah. ഗ്രേസമ്മ ബേബി വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നു മോന്റെ ഓട്ടിസം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഓട്ടിസ്റ്റിക്കായ മകന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്നു. Somebody is asking prayer for autism healing. In the mighty name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. കർത്താവേ, നമ്മള് ബിജു ബ്രദറെ ഒരു മിനിറ്റ് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. സ്തുതിക്കുന്നതിനിടയിൽ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്നുണ്ടല്ലോ അല്ലെ, അത് ലിസ്റ്റ് ചെയ്തോ. അപ്പോൾ തന്നെ ഒരുപാട് മിറക്കിൾ ഇന്ന് ഈ സ്തുതിപ്പിനിടയിൽ വരും. താങ്ക്സ് ഗിവിംഗ് നടത്താം. Let's We will give thanks to the Lord. Let it be the prayer request. We will give thanks to the Lord and let us see what is happening. Hallelujah. First we'll start giving thanks to the Lord and see what's going to happen. വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. Let all your problems be there. കർത്താവിന് നന്ദി പറയാൻ തുടങ്ങി. Let's start worshiping the Lord. ഇന്നിവിടെ ഈ നിമിഷം ഒരു അത്ഭുതം ഉണ്ടെന്നൊന്ന് വിശ്വസിക്കും. Oh, you are just believe that you are going to receive a miracle right now. Where you are. Hallelujah. ആ സ്ലീഹന്മാരുടെ മേൽ അന്നിറങ്ങിയ അതേ അഭിഷേകം, The same anointing that spread upon the apostles at that time. ഇന്നിവിടെ വ്യാപിക്കുന്ന ഒന്ന് വിശ്വാസത്താൽ കണ്ടേ. Oh, believe that same anointing is going to flow in right now. പരിശുദ്ധാത്മാവേ, Hallelujah. glory, 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 glory. Glory, 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 glory. പരിശുദ്ധാത്മാവേ, hallelujah, 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 oh, hallelujah, 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 oh, hallelujah. പരിശുദ്ധാത്മാവേ, ആദ്യനും അന്ത്യനുമായവനെ, ജീവൻ ഉറവിടമായവനെ, ഞാനതു നിത്യം ജീവിപ്പാൻ സ്വയാഗമായവനെ. ആദ്യനും അന്ത്യനുമായവനെ, ജീവൻ ഉറവിടമായവനെ, ഞാനതു നിത്യം ജീവിപ്പാൻ സ്വയാഗമായവനെ. ആദ്യനും അന്ത്യനുമായവനെ, ജീവൻ ഉറവിടമായവനെ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയാഗമായവനെ. hallelujah, 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 Oh, hallelujah, 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 hallelujah. hallelujah, വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ. യേശുവേ, യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും. അങ്ങേക്കാൾ വേറെയൊന്നിനെയും there is nothing, Lord. സ്നേഹിക്കില്ല ഞാൻ. യേശുവേ, അങ്ങെനിക്കായി ചെയ്തതും, അങ്ങെനിക്കായി ചെയ്തതും, അങ്ങെനിക്കായി ചെയ്തതും, അങ്ങെനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകൾ അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും
കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. എനിക്കായി ചെയ്തതും യേശു എനിക്കായി ചെയ്തതും, യേശു എനിക്കായി ചെയ്തതും, അങ്ങെനിക്കായി ചെയ്യുന്നതും, അങ്ങെനിക്കായി ചെയ്യുന്നതും, അങ്ങെനിക്കായി ചെയ്യുന്നതും, അങ്ങെനിക്കായി ചെയ്യുന്നതും, അങ്ങെനിക്കായി ചെയ്യുന്നതും. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, പരിശുദ്ധാത്മാവേ, കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് തുറക്കട്ടെ. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല. Hallelujah, hallelujah, oh hallelujah, 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 hallelujah. Your presence that makes miracles. Miracles are taking place. Miracles are taking place. അത്ഭുതങ്ങൾ നടക്കുന്നു. The miracles are taking place right now in the place. അത്ഭുതങ്ങൾ നടന്നു തുടങ്ങുന്നു. Oh, the miracles are taking place right now in the place where you are. സ്തുതിക്കാൻ തുടങ്ങിക്കോ. Start giving thanks. ഓ, കരമുയർത്തി സ്തുതിക്കാൻ തുടങ്ങിക്കോ. Oh, start giving praise and worship. യേശുവേ എന്ന് വിളിച്ചോ. Jesus, Jesus. എന്റെ പിതാവേ എന്ന് വിളിച്ചോ. സർവശക്തനെ എന്ന് വിളിച്ചോ. സർവവല്ലഭൻ നീയേ, യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ, യേശുവേ, യേശുവേ, സർവവല്ലഭൻ യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ. യേശുവേ, യേശുവേ, സർവവല്ലഭൻ നീയേ. സ്തുതി അങ്ങേക്ക്, സ്തുതി അങ്ങേക്ക്. സ്തുതിച്ചോ. സ്തുതി അങ്ങേക്ക്. യേശുവേ, യേശുവേ,
സ്തുതി അങ്ങേക്ക്. സ്തുതി അങ്ങേക്ക്. സ്തുതി അങ്ങേക്ക്. സ്തുതി അങ്ങേക്ക്. ആമേൻ. Let us worship him. സ്തുതി അങ്ങേക്ക്. ഞങ്ങൾ സ്തുതിക്കുന്നു. You are above all. Oh, we worship you, Lord. സ്തുതി അങ്ങേക്ക്. സ്തുതി അങ്ങേക്ക്. എന്റെ സങ്കടങ്ങളെല്ലാം ഒരു വശത്തുണ്ട്, അതിന്റെ നടുവിൽ നിന്നുണ്ട്. I praise you and I give thanks to you In the midst of And I all know- my situations, and I know എന്റെ എല്ലാ വിഷയത്തിന്റെയും നടുവിൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. you are above നീ all. സകലത്തിന് മീതെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. You are above നീ all. സകലത്തിന് മീതെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തുതി അങ്ങേക്ക്. സ്തുതി അങ്ങേക്ക്. സ്തുതി അങ്ങേക്ക്. ആമേൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് എനിക്കറിയാം, ഞായറാഴ്ച രാവിലെ 10:30 മുതലുള്ള ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാ തിരക്കും മാറ്റിവെച്ച് ആയിരക്കണക്കിന് ആൾക്കാർ ഇന്റർനെറ്റിലൂടെയും ഇതര സാങ്കേതിക വിദ്യകളിലൂടെയും ഈ വചനത്തിനായിട്ട് കാത്തിരിക്കുന്നുവെന്ന് എനിക്കറിയാം. വിശുദ്ധരെ പറഞ്ഞാട്ടെ, പ്രാർത്ഥനയുടെ അത്ഭുതങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാം. Hallelujah. സ്കിൻ ഡിസീസുമായിട്ട് കുറേ പ്രയർ സ്കിൻ ഡിസീസിന്റെ പ്രയർ റിക്വസ്റ്റ് ധാരാളം. ആരാണ് സ്കിൻ ഡിസീസ്? കുറെ കുഞ്ഞുങ്ങൾ, കുറെ ആളുകൾ, കുറെ സ്കിൻ ഡിസീസ് റിക്വസ്റ്റുകളുണ്ട്. Alright. ജനറൽ ആയിട്ട് പ്രാർത്ഥിക്കാതെ പറ്റുകയുള്ളൂ. സ്കിൻ ഡിസീസ്, അലർജികൾ അലർജി. യേശുവിൻ നാമത്തിൽ കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് കമന്റ് ബോക്സിൽ അലർജി ഉണ്ട് എന്ന് ആരെല്ലാം ഇംഗ്ലീഷിൽ ഇത് പറയണം, കാരണം സോറിയാസിസ് പോലെ ശരീരം മുഴുവൻ അലർജി പ്രോബ്ലമായിട്ട് മലയാളം മനസ്സിലാക്കാത്ത ഒരാള് ഗോവ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, കേട്ടോണ്ടിരിക്കുന്നു. There is someone from Goa who has got psoriasis, skin lesions all over the body. He doesn't understand Malayalam. Right now, when you are watching this, power of the Lord is coming into you. ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ ശക്തി And you will be healed completely നിങ്ങൾ സൗഖ്യമാകുന്നു. through the power of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ Receive that healing in Jesus. സ്വീകരിക്കുക അത്ഭുതത്തെ. Amen. 28 വയസ്സുള്ള ബിനോയ് ബൈക്ക് ആക്സിഡന്റിൽ തളർന്നു കിടക്കുന്നു. ബിനോയ് 28 years. Binoy, 28 വയസ്സുള്ള ബിനോയ് Yes. lying paralyzed after a bike accident. ബിനോയുടെ അടുക്കലുള്ളവർ ബിനോയുടെ നട്ടലിലേക്ക് കൈവെക്കുക. For those who are standing next to him, put your hands over the spine. യേശുവിൻ നാമത്തിൽ And in the name of Jesus, ബിനോയുടെ വീട്ടിൽ സൗഖ്യം നടക്കട്ടെ. Lord, let the miracle happen in Binoy's house. ഈ നിമിഷത്തിൽ തന്നെ അത് ആരംഭിക്കട്ടെ. Right now it's happening. കർത്താവായ ക്രിസ്തുവേ, Hallelujah. In the name of Jesus. ജീവന്റെ ഉറവിടമേ, Oh, the source of all life. ഇപ്പോൾ ബിനോയുടെ മേൽ സൗഖ്യമുണ്ടാവട്ടെ. Right now the healing is happening in Binoy's life. Amen. Amen. നീറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. നീറ്റ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി Those who are undergoing NEET exams, there's a request, prayer request for them. യേശുവിൻ നാമത്തിൽ In the name of Jesus. നീറ്റ് എക്സാം എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. We are praying for all those who are undertaking NEET exam. മിറക്കിളസ് ആയത് മാറട്ടെ. Oh, let this be a miraculous exam. Amen. Amen. ഹല്ലേലൂയ. പ്രതീക്ഷ ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നു. പപ്പയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി. പ്രതീക്ഷയുടെ പപ്പായുടെ പേരുണ്ടോ? പേര് കിട്ടുന്നുണ്ടോ? പേരില്ല. പ്രിൻസൺ. പ്രിൻസ്. പ്രിൻസ്. പ്രതീക്ഷയുടെ പപ്പായുടെ പേര് പ്രിൻസ്. പ്രിൻസിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Pradesha's Papa Prince is sick and you're In praying the for his name healing. of Jesus, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമുണ്ടാവട്ടെ. let there be healing. Amen. സിസ്റ്റർ ആന്റനയുടെ സ്പൈനൽ കോഡ് ക്യാൻസർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ ആന്റന. Sister Angela has got spinal cord cancer. യേശുവിൻ നാമത്തിൽ സ്പൈനിലേക്ക്
കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ. In the name of Jesus, let the power flow into her spine right now. ഇപ്പോൾ തന്നെ Right now. അത് വലിയൊരു മിറക്കിളായി Let മാറട്ടെ. there be a miracle right now there. മിഥുൻ രാജ് പുള്ളിയുടെ സംശയ രോഗം മാറുവാൻ വേണ്ടി. Midun Raj. മിഥുൻ രാജ് സംശയ രോഗം. യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോട്ടെ. സ്തുതി അങ്ങേക്ക്. വിവാഹത്തിന് വേണ്ടി ധാരാളം റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട്. The prayer request for marriage. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനെതിരെയുള്ള എല്ലാ പ്രതിബന്ധനങ്ങളും കാറ്റിൽ പറന്നു പോട്ടെ. യേശുവിന്റെ Hallelujah. നാമത്തിൽ Let all അത്ഭുതകരമായ പ്രവൃത്തി നടക്കട്ടെ. the miracles right there. സിബി അഗസ്റ്റിന്റെ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കാം. Sibi. സിബി അഗസ്റ്റിന്റെ വൈഫിന് ഇംബാലൻസിംഗ് പ്രോബ്ലം. ഇൻബാലൻസിംഗ് പ്രോബ്ലം ഉള്ള സിബിയഗസിന്റെ വൈഫ് തലയിലേക്ക് കൈവെക്കുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സുഖം പ്രാപിക്കുക. Oh, be healed right now. നമ്മളിപ്പോ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ സകല വിശുദ്ധന്മാരുടെയും കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. We are just praying along with the communion of all the saints. സൈനിക വിശുദ്ധരെ നമ്മോട് ചേർന്ന് They പ്രാർത്ഥിക്കുന്നു. are along with us in this prayer. കർത്താവിന്റെ അമ്മ പരിശുദ്ധ മാതാവ് നമ്മോട് ചേർന്ന് Mother പ്രാർത്ഥിക്കുന്നു. Mary is also along with us in this, joining in this prayer. ഇത് ഒരുമിച്ചുള്ള പ്രാർത്ഥന. It's a communion and we are praying സ്വർഗീയ together. ദൂതന്മാര് നമ്മുടെ കാവലിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. All the angelic essences from the heaven is there guarding us in this prayer. ഓ സ്തുതി അങ്ങേക്ക്. അലൻ ഗിൽസൺ. സ്തുതി അങ്ങേ. അലൻ ഗിൽസൺ ലിഗ്മെന്റ് പ്രോബ്ലം. അലൻ ഗിൽസൺ ലിഗ്മെന്റ് ഇഷ്യൂ. ലിഗ്മെന്റ് ഇഷ്യൂ. യേശുവിൻ നാമത്തിൽ ലിഗ്മെന്റിലേക്ക് കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ. Hallelujah. ലിഷ മാത്യു ഗ്യാസ്ട്രിക് ഇഷ്യൂസ്. ഗ്യാസ്ട്രിക് ഇഷ്യൂ യേശുവിൻ നാമത്തിൽ ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. സ്തുതി അങ്ങേക്ക്. സ്തുതി അങ്ങേക്ക്. സിസ്റ്റർ ഡെൽഫിൻ ക്യാൻസർ ഇഷ്യൂ. സിസ്റ്റർ ഡെൽഫിൻ. സിസ്റ്റർ ഡെൽഫിൻ. ക്യാൻസർ യേശുവിൻ നാമത്തിൽ ക്യാൻസറിന്റെ മേൽ ഈശോയുടെ ആധിപത്യം വ്യാപിക്കട്ടെ. Hallelujah. ചാൾസിന്റെ ആൽക്കഹോളും അഡിക്ഷൻ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ചാൾസിന്റെ ആൽക്കഹോൾ അഡിക്ഷനെതിരെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ ജീവന് വേണ്ടി പ്രാർത്ഥിക്കാം. കിഡ്നി ഇഷ്യൂസ്. കിഡ്നി ഇഷ്യൂസ് ഉള്ള ജീവന് വേണ്ടി കരമെല്ലാവരും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് Hallelujah. പ്രാർത്ഥിക്കുക. We're praying for Jeevan. കർത്താവേ ജീവന്റെ കിഡ്നിയെ ജീവനെ കൊണ്ട് നിറയ്ക്കണമേ. Hallelujah. Fill him with your life, Lord. Let the life of God fall. Hallelujah. Thank you Lord Jesus. Thank you. നന്ദി കർത്താവേ. ഇന്ന് പ്രാർത്ഥന അപേക്ഷിച്ച എല്ലാ മക്കൾക്ക് വേണ്ടിയും ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. We are praying for all those given us request. 40 ഒരു കാര്യം കർത്താവ് പ്രാർത്ഥിക്കാൻ പറയുന്നു. കഠിനമായ ആസ്മയുടെ ഭാരത്താൽ ഭാരപ്പെട്ടിട്ട് വീസിങ് കൊറോണയുടെ ഭീതിയിൽ ഇരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. God is giving an intuition to pray for someone who's having severe asthma and she's in the scaring of the corona right now. Through the power of the cross, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ Oh, let the mark of the cross be upon them. അത് വിട്ടുമാറും. Leave right now. 3 വയസ്സുള്ള ആൽബർട്ടിന് സ്പീച്ച് തെറാപ്പി. അൽസിമേഷ്യസിനെതിരെ പ്രാർത്ഥിക്കാൻ പറയുന്നു. It's an അൽസിമേഷ്യസ് intuition to pray against Alzheimer's disease. ബിഷപ്പ് പറഞ്ഞാണ്. എന്താ പറഞ്ഞു? 3 വയസ്സുള്ള ആൽബർട്ട്. Albert 3 years. സംസാരശേഷി പ്രശ്നം. സംസാരശേഷിയുടെ പ്രശ്നമുള്ള 3 വയസ്സുള്ള ആൽബർട്ടിനെ വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. Albert. കർത്താവേ ഒരു മിറക്കിൾ ആൽബർട്ടിന്റെ ലൈഫിൽ അവിടുന്ന് ചെയ്യുന്നതിനായി Miracle happening in Albert's life. the mighty name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമം. അതൊരു മിറക്കിളായി മാറട്ടെ. Let there be a miracle there. ലേഖ ഡൊമിനിക്കിന്റെ ഹൈ പ്രഷർ നോർമൽ ആകുവാൻ. ഐ പ്രഷർ ഐ പ്രഷറിനെതിരെ പ്രാർത്ഥിക്കും. കൺട്രോളിലാവട്ടെ യേശുവിന്റെ നാമത്തിൽ. നിയന്ത്രണ വിധേയമാവട്ടെ. ലത ചുങ്കക്കര കിഡ്നി പ്രോബ്ലം. ലതയുടെ കിഡ്നിയിലേക്ക് കർത്താവിന്റെ അത്ഭുതം. Hallelujah. Leda is having a kidney problem. The healing occurring right ഡോക്ടറെ now. Yeah. ഇന്ന് പവർ ഓഫ് താങ്ക്സ്ഗിവിംഗ് നന്ദി പറച്ചിലിന്റെ ശക്തി Hallelujah. നമ്മൾ പറഞ്ഞപ്പോ തന്നെ അത്ഭുതങ്ങൾ നടന്നു തുടങ്ങി. Hallelujah. The power of thanksgiving is settling in every issue. Hundreds of miracles നടന്നുകൊണ്ടിരിക്കുക. We are going to listen to testimonies of hundreds of miracles. Hallelujah. Hallelujah. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Let's pray. കർത്താവായ ക്രിസ്തുവേ, Hallelujah. ഇന്ന് പ്രാർത്ഥനാപേക്ഷയുമായിട്ട് പ്രത്യേകിച്ച് ഇപ്പൊ ലൈവായിട്ട്
ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവൻ, all those who are watching us live, ഇത് കഴിഞ്ഞ് ഈ ശുശ്രൂഷ കാണാൻ പോകുന്നു. all those who are going to see this. നാഥ, ബലഹീനരായ ഞങ്ങൾ നിന്റെ മക്കളെ കർത്തൃകരങ്ങളിൽ കൈമാറുന്നു. Lord, we commit each and everyone into your hands. അവിടുത്തെ ശരീരമാകുന്ന സഭയിൽ ഇന്ന് അർപ്പിക്കപ്പെട്ട സകല ദിവ്യബലികളുടെയും ഐശ്വര്യം വിശ്വാസത്താൽ സ്വീകരിച്ചുകൊണ്ട് Hallelujah. ദൈവം ഞങ്ങൾക്ക് മേൽ ആക്കി തന്ന പുരോഹിതരുടെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന്, മേൽപ്പെട്ടക്കാരുടെ വിശുദ്ധീകരണ അധികാരത്തോട് ചേർന്ന്, സകല വിശുദ്ധരുടെ സംസർഗത്തോട് ചേർന്ന്, അങ്ങയുടെ ശരീരമാകുന്ന സഭയുടെ ആ മുഴുവൻ ട്രഷറിനോട് ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്ഭുതത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വ്യക്തിപരമായി ഇപ്പോൾ തന്നെ അവിടെ നയിക്കുന്നതിന് നന്ദി പറയുന്നു. Thank you, Lord. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. Amen. Amen. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ. Amen. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് പറയട്ടെ. 3 ദിവസമായി നമ്മുടെ ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബിന് ടെക്നിക്കൽ എറർ സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ ഇന്നലത്തെ ലൈവിലുള്ള വീഡിയോ ഒന്നും യൂട്യൂബിൽ കാണാൻ കഴിയുന്നില്ല. സോ ഇന്ന് ഇത് അപ്ലോഡഡ് ആയി കഴിഞ്ഞ് ഒരുപക്ഷെ യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കഴിയില്ല. യൂട്യൂബിന്റെ ആ പ്രോബ്ലം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഐ റിക്വസ്റ്റ് യു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സന്ദേശം അയക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഇൻ കേസ് ലിങ്ക് കിട്ടിയില്ലെങ്കിലും ഫേസ്ബുക്കിൽ സജിത് ജോസഫ് ഒഫീഷ്യൽ പേജ് സെർച്ച് ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അവിടെ ഈ സന്ദേശം ലഭിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ മെസ്സേജ് ഏതാനും മിനിറ്റുകൾക്കകത്ത് തന്നെ സജിത് ജോസഫ് എന്ന പുതിയ യൂട്യൂബ് ചാനലിൽ, സജിത് ജോസഫ് ഒഫീഷ്യൽ എന്ന പുതിയ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഇത് യൂട്യൂബിൽ ഈ പേജിൽ നിങ്ങൾക്കിത് കഴിഞ്ഞത് കാണാൻ കഴിയില്ല. എനിക്കറിയാം ഇപ്പോൾ ഇത്രയും ആൾക്കാർ ലൈവായിട്ട് ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. സോ എവ്രി സൺഡേ ഈ ശുശ്രൂഷകൾ നടത്തപ്പെടുകയാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നത് ചോദിച്ചാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ ഈ വിഷയം അറിയിക്കാൻ വേണ്ടിയാണ്. 250 പേര് ഫേസ്ബുക്കിലൂടെ ഈ ശുശ്രൂഷ കാണുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു മോണിറ്ററിൽ. നിങ്ങൾക്ക് എല്ലാവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ ഒരാളെ പോലും മിസ് ചെയ്യത്തില്ല. അത് കർത്താവിന് മുമ്പിൽ ചെയ്യുന്ന ഉറപ്പാണ്. കാരണം ഈ കമൻറ്റിലൂടെ ഇന്ന് മൊത്തം കമൻറ്റ് എഴുതിയെടുത്തുള്ള പ്രാർത്ഥന തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാവർക്കും ആ പ്രാർത്ഥന കിട്ടും. ഇൻ ബിറ്റ്വീൻ ഈ ദിവസങ്ങളിൽ നമ്മളിത് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഇതുവരെ ആയിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ 2 യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സജിത് ജോസഫ് ഒഫീഷ്യൽ ആയിക്കോട്ടെ, ഗ്രേസ് കമ്മ്യൂണിറ്റി ഗ്ലോബൽ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ടെക്നിക്കൽ എറർ, ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ്, ഓരോ ദിവസവും ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഒരു ദിവസവും മിസ്സാകരുത്. അതിനുവേണ്ടിയാണ് കൃപയുടെ നേരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പ്. കൃപയുടെ നേരം അനേകായിരങ്ങൾക്ക് പ്രയോജനമായി മാറുന്നു. കൃപയുടെ നേരം വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന 8589039039 ആ നമ്പറിലേക്ക് നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അയച്ചു കൊടുക്കുക. കൃപയുടെ നേരം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ ഇൻഫർമേഷൻ കിട്ടും, ഇന്ന് എവിടെയാണ് ശുശ്രൂഷകൾ നടക്കുന്നതെന്ന്. നിങ്ങൾക്കത് പ്രയോജനമാകുവാൻ കഴിയും. നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇന്നത്തെ സന്ദേശം വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സന്ദേശം സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്നുകിൽ 9847389389 ആ വാട്സാപ്പ് നമ്പർ യൂസ് ചെയ്യുന്ന ഞാനാണ്. നിങ്ങളതിൽ ഫോൺ വിളിച്ചാൽ കിട്ടില്ല, കോൾ വിളിച്ചാൽ കിട്ടില്ല. പക്ഷേ നിങ്ങൾക്കൊരു വോയിസ് മെസ്സേജ് വേണമെങ്കിൽ എനിക്ക് അയക്കാം. സ്ക്രീനിൻ്റെ മേളിൽ കാണുന്ന 9847389389 നമ്മുടെ പ്രെയർ ലൈനിൽ നിങ്ങൾക്ക് നോർമൽ കോൾ വിളിക്കാം. വാട്സാപ്പ് കോൾ അതിൻ്റെ അകത്ത് അറ്റൻഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഒരു വോയിസ് ആയിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപയുടെ നേരം വാട്സാപ്പ് ഗ്രൂപ്പ് പ്രയോജനപ്പെടുത്തിക്കാട്ടെ. ഈ വീഡിയോ ഇത് കഴിഞ്ഞിട്ട് സജിത് ജോസഫ് ഒഫീഷ്യൽ പേജിലും ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ലഭ്യമായിരിക്കും. അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഓർപ്പിക്കുന്നു. വീണ്ടും നാം കാണുമ്പോഴേയും കർത്താവ് നമ്മെല്ലാവരെയും ചിറകടിയിൽ സൂക്ഷിക്കട്ടെ. പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും പുത്രൻ്റെ കൃപയുടെയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയുടെയും സകല ആനന്ദവും സകല സഹവർത്തത്വവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.